അങ്ങനെ പറയൂ. പിന്നെ ഈ രേവന്ത് റെഡ്ഡി തെലങ്കാന മുഖ്യമന്ത്രി ഇന്ന് കേരളത്തിൽ വന്ന് പറയുകയാണ്, എന്താണ്, ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഇന്ത്യ സഖ്യം അധികാരത്തിലേക്ക് എത്തും, ജൂൺ 9-ന് പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്യും, എല്ലാവരെയും സത്യപ്രതിജ്ഞ ക്ഷണിക്കുന്നു. ആ വല്ലാത്ത കോൺഫറൻസ് എവിടെ നിന്ന് കിട്ടുന്നു? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, രാഹുൽ ഗാന്ധി കേരളത്തിലെ ഇപ്പോൾ ശ്രീ അബിൻ വർക്കിയോ രാഹുൽ മാങ്കൂട്ടത്തിലോ വി ഡി സതീശനോ കെ സുധാകരനോ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചൊക്കെ പറയട്ടെ, രാഹുൽ ഗാന്ധിയുടെ പേഴ്സണാലിറ്റി അങ്ങനെയല്ലല്ലോ. രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തെ നയിക്കുന്ന ഒരു നേതാവല്ലേ? ആ സഖ്യത്തിൽപ്പെട്ടവർ ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യ സഖ്യമില്ല. അതെന്തുകൊണ്ടാണ്? ഇവിടെ പോരാട്ടം UDF LDF തമ്മിലാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ നേതാവിൻ്റെ സ്റ്റേച്ചർ അനുസരിച്ചുള്ള വർത്താനം അദ്ദേഹം പറയണ്ടേ? അല്ലെന്നുണ്ടെങ്കിൽ ശ്രീ ബി ഗോപാലകൃഷ്ണൻ ചോദിക്കും, നിങ്ങൾ വാളയാറിനപ്പുറം ഇത് പറയോ എന്ന് ചോദിച്ചാൽ ഉത്തരവുണ്ടോ അബിൻ? അത് രണ്ട് ഭാഗമായിട്ട് അതിന് ഉത്തരം പറയേണ്ടതുണ്ട് ശ്രീ ഹാഷ്മി. അതിന് അല്പസമയവും വേണം. കാരണം ഈ ചർച്ചയിൽ ഇപ്പോൾ CPM-ഉം BJP-യും ഒരുപോലെ രാഹുൽ ഗാന്ധി ആക്രമിക്കാൻ നിൽക്കുന്നുണ്ട്. അതിന് മറുപടി പറഞ്ഞു പോകേണ്ടതുണ്ട്. അപ്പൊ ആദ്യം CPM-ന്റെ പ്രതിനിധിയോടുള്ള മറുപടിയാണ്. CPM-ന്റെ പ്രതിനിധി ആദ്യം അദ്ദേഹം ഈ BJP ആക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ഈ സ്ഥിരം ഏർപ്പാടൊക്കെ അതൊക്കെ കയ്യിൽ 4 മടക്കി വെക്കണം. കാരണം ഈ നാട്ടിൽ കോൺഗ്രസ്സായി വിശ്വസിച്ച്, കോൺഗ്രസ്സായി ജീവിച്ച്, കോൺഗ്രസ്സായി മരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ നാട്ടിലുള്ളത്. ഞാൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ അങ്ങനെയാണ്. അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ താങ്കൾ കയ്യിൽ വെച്ചാൽ മതി. ഇതിന് വ്യക്തിപരമായി ഞാൻ തിരിച്ചു പറയാൻ നിൽക്കുന്നില്ല എന്നത് നമ്മുടെ ഒരു ചർച്ചയുടെ മാന്യത കൊണ്ടാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇനി ഈ BJP കോൺഗ്രസ് എന്നൊക്കെ പറയുമ്പോൾ സാർ, ഈ കേരളത്തിൽ ആദ്യമായി BJP-യിലേക്ക് പോയ ഒരു MLA-യുടെ പേരെന്താ? അൽഫോൺസ് കണ്ണന്താനം എന്നാണ്. ആരുടെ MLA? LDF-ന്റെ MLA. ആദ്യമായി കേരളത്തിൽ നിന്നൊരു മന്ത്രി BJP-യിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതാരായിരുന്നു? വിശ്വനാഥ മേനോൻ എന്ന ആരുടെ ആളായിരുന്നു? LDF-ന്റെ ആളായിരുന്നു. ഈ അൽഫോൺസ് കണ്ണന്താനം കേന്ദ്രമന്ത്രിയായപ്പോ ആദ്യമായി ഒരു വിരുന്ന് സൽക്കാരം കൊടുത്ത ഒരു നേതാവിന്റെ പേരെന്താ? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ഈ BJP-യിലോട്ട് പോയ കണക്കൊക്കെ എടുക്കുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തെ, ഈ ബംഗാളിലെയും ത്രിപുരയിലെയും കണക്കെടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? ബംഗാളിലെയും ത്രിപുരയിലെയും പാർട്ടി ഓഫീസ് അടക്കം BJP-യുടെ പാർട്ടി ഓഫീസായി മാറി. ഈ കഴിഞ്ഞ ദിവസമാണ് ബംഗാളിലെ സംസ്ഥാന സെക്രട്ടറി ഇന്റർനെറ്റിൽ പ്രവർത്തകരെ അന്വേഷിച്ച് പരസ്യം ചെയ്യേണ്ട ഗതികേട് വരെ വന്നു. ആ പ്രവർത്തകർ മുഴുവൻ കുത്തിയൊലിച്ചു പോയിട്ടും ഈ കേരളത്തിൽ വന്ന് ഈ തള്ളാൻ ഒരു അസാമാന്യമായ ഉളുപ്പ് തന്നെ വേണം എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇനി BJP CPM എന്ന കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഞങ്ങളുടെ നിലപാട് വളരെ കൃത്യമാണ്. ഇപ്പോ ആഷ്മിക്കറിയാം, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പഴയകാല വാചകങ്ങൾ പരനാറി, നികൃഷ്ട ജീവി, വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട്, ഇങ്ങനെ എത്രയോ പരാമർശം നടത്തിയേക്കണ മാതൃഭൂമിയുടെ പത്രാധിപർ എടോ ഗോപാലകൃഷ്ണ, ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ശ്രീ പിണറായി വിജയൻ ആരോഗ്യമില്ല BJP-ക്ക് എന്നൊക്കെ നിതിൻ ഗഡ്കരി ഇവിടെ പറയുമ്പോൾ ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നപ്പോ കൊച്ചിയിലെ വിമാനത്താവളത്തിൽ പോയി ഇങ്ങനെ കൈകൂപ്പി ഒടിഞ്ഞു തൂങ്ങി നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ ചിത്രം ഈ കേരളക്കര കാണുമ്പോൾ ആരോഗ്യം ആർക്കാണ് ഇല്ലാത്തത്? മടിയിൽ കനം കൊണ്ട് കൂമ്പി നിൽക്കുന്നത് ആരാണ് എന്നുള്ളത് കേരളത്തിലെ ജനത തിരിച്ചറിഞ്ഞതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇപ്പൊ നിങ്ങൾ കുറെ കാലമായി ഇവിടെ പറഞ്ഞതാണല്ലോ, ഞാൻ പറഞ്ഞ കുടകര കുഴൽപ്പണ കേസ് എവിടെയായി സർ? ഈ കുടകര കുഴൽപ്പണ കേസിനെതിരെ ഇതേവരെ ഒരു സമരം നിങ്ങൾ നടത്തി കണ്ടില്ലല്ലോ. ഈ കുടകര കുഴൽപ്പണ കേസിൽ K. സുരേന്ദ്രൻ ഇതേവരെ പ്രതിപട്ടികയിൽ വന്നിട്ടില്ലല്ലോ. ഈ K. സുരേന്ദ്രന്റെ മകനെ ഈ പ്രതികൾ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അവരാരും പ്രതിപട്ടികയിൽ വന്ന് ഇതുവരെ കണ്ടില്ലല്ലോ സർ. അത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ BJP-യുമായി കൊടകര കുഴൽപ്പണ കേസും മാസപ്പടി വിവാദവും അടക്കമുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഉണ്ടാക്കിയ ധാരയാണ്, അന്തർധാരയാണ് കേരളത്തിൽ ഇന്ന് വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. ഇനി 2 BJP-ക്കുള്ള മറുപടി. ഇപ്പൊ ശ്രീ ഗോപാലകൃഷ്ണൻ ചേട്ടൻ ഇദ്ദേഹം മുൻപ് ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, കേരളത്തിലെ ഞങ്ങളുടെ മുഖ്യ ശത്രു കോൺഗ്രസ് ആണ്, അതുകൊണ്ട് കോൺഗ്രസിനെ തോൽപ്പിക്കുക, CPM ജയിച്ചാലും കുഴപ്പമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RSSന്റെ മുഖവാരിക എഴുതി പിടിപ്പിച്ച കാര്യം ഇത് തന്നെയല്ലേ? കോൺഗ്രസ് ഇവിടെ തീരണം, അതിനെന്താണ് CPM ഒരിക്കൽ കൂടി വരണം. ഇത് തന്നെയാണ് നിങ്ങളുടെ നിലപാട്. ഇതുകൊണ്ട് നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ദുർബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം എത്ര കേസിൽ പെട്ടാലും നിങ്ങൾ ദുർബലപ്പെടുത്തില്ല, നിങ്ങൾ വളയ്ക്കുകയുള്ളൂ, ഒടിക്കില്ല എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. അത് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത കാര്യം, ശ്രീ ഗോപാലകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞത്, ഇപ്പൊ അദ്ദേഹം മാസപ്പടി കേസിന്റെ കാര്യം പറഞ്ഞു, ഇവിടെ ആരെയൊക്കെയോ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞു. ഇപ്പൊ ചോദ്യം ചെയ്ത ഈ കർത്തയുടെ അനിയൻ ഒരു ശശിധരൻ കർത്തയുണ്ട് സാർ. ഈ ശശിധരൻ കർത്ത ആരാ? ഗോപാലകൃഷ്ണൻ ചേട്ടന്റെ കൂടെ BJP സംസ്ഥാന കമ്മിറ്റി കൂടുമ്പോ ആ കസേരയുടെ അടുത്ത കസേരയിൽ ഇരുന്ന് ചായ കുടിക്കുന്ന ആളാണ് ഈ ശശിധരൻ കർത്ത. ഈ ശശിധരൻ കർത്തയാണ് പലർക്കും പണം കൊടുക്കാൻ പോയത്. BJP-യുടെ ഇൻഡസ്ട്രിയൽ സെല്ലിന്റെ കൺവീനറാണ്. ആ ശശിധരൻ കർത്തയുടെ കൂടെ ഇരുന്ന് ചായ കുടിച്ച് സൊറ പറഞ്ഞ നിങ്ങൾ മാസപ്പടി കേസിനെ കുറിച്ച് അന്വേഷിക്കുമെന്ന് ബുദ്ധിയും വിവരമുള്ള മലയാളികൾ വിശ്വസിക്കുമെന്നാണോ? ഇൻഡസ്ട്രിയൽ സെല്ലിന്റെ കൺവീനർ ഇപ്പോ അല്ല, ഇപ്പൊ അവരുടെ വ്യാപാര സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അവരുടെ വ്യാപാര സംഘം അങ്ങനെ പറയുന്ന അവരുടെ വ്യാപാര സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ. അതായത് പ്രിയപ്പെട്ട ഹാഷ്മി,
ഇൻഡസ്ട്രിയൽ സെല്ല് വ്യവസായ സംഘം, മറ്റേത് വ്യാപാര സംഘം. ഇത് മുഴുവൻ വ്യാപാര കരാറുകളാണല്ലോ. ആ വ്യാപാര കരാറുകളിൽ ഏർപ്പെടുന്ന, പിണറായി വിജയനുമായിട്ടൊക്കെ ഏർപ്പെടുന്ന ആ കർത്തയുടെ കൂടെ ഇരുന്ന് ചായ കുടിക്കുന്ന ഗോപാലകൃഷ്ണൻ ചേട്ടൻ ആ കർത്തയെ ഇവിടെ ചോദ്യം ചെയ്യുമെന്നും നടപടി എടുക്കുമെന്നൊക്കെ പറഞ്ഞ എന്റെ പൊന്നു കാശ്മീർ നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുമോ? തട്ടിപ്പുമല്ലേ, എന്തുകൊണ്ട് ഇതൊക്കെ പൊറാട്ട് നാടകമല്ലേ ഹാഷ്മി? ഈ SFIയുടെ അന്വേഷണം വരുന്നതിന് എത്രയോ കാലം മുമ്പ് ആ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് വന്നാണ്. ഇതേതെങ്കിലും ഹാഷ്മി ഒന്ന് ആലോചിക്കുക, ഇന്ത്യയിലെ ഏതെങ്കിലും കോൺഗ്രസ് നേതാവിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു ആരോപണം വരുന്നത് എന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് വരുന്നതിന്റെ പിറ്റേന്നാൾ ആ കോൺഗ്രസ് നേതാവിന്റെ വീട്, അവന്റെ ഓഫീസ്, അവന്റെ ഡ്രൈവറുടെ വീട്, അവന്റെ ബാല്യക്കാരന്റെ വസതി, ഇതൊക്കെ ഇവർ അന്വേഷിക്കില്ലേ? ഇവർ പോയി ഇവരെ എല്ലാവരും അറസ്റ്റ് ചെയ്യില്ലേ? ഇവരെ ജയിലിലിടില്ലേ? എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഈ പ്രിവിലേജ് ലഭിക്കുന്നു? ആ പ്രിവിലേജ് ലഭിക്കുന്നതിന്റെ ഉത്തരവാണ് ഇവർ ഉണ്ടാക്കിയ അന്തർധാര. കൂട്ടുകച്ചവടമാണ് കേരളത്തിൽ നടത്തുന്നത്. ആ കൂട്ടുകച്ചവടത്തിന്റെ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം ശ്രീ ഹാഷ്മി, ഞാന് ഇനിയും ചർച്ചയ്ക്ക് വരാനുള്ള ആളാണ്. നമ്മൾ ജൂൺ 5-ന് ശേഷം കാണേണ്ടതാണ്. ഞാൻ ഹാഷ്മിയോട് അരക്കെട്ടുറപ്പിച്ച ആണയിട്ട് പറയുന്നു, ജൂൺ മാസം 5-ാം തീയതി ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ഒരു മുന്നണി അധികാരം ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ മുന്നണി ആയിരിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. ഇത് 100% വിശ്വാസത്തോടു കൂടി കണക്കിന്റെയും വസ്തുതയുടെയും അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടെ ആണയിട്ട് വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹിക്കുക. അതിന്റെ കാരണം എന്താണെന്ന് ഇപ്പൊ നിങ്ങൾ മുൻപ് തെരഞ്ഞെടുപ്പ് എടുക്കുക. 2014 തെരഞ്ഞെടുപ്പിൽ അന്നൊരു നരേറ്റീവ് ഉണ്ടായിരുന്നു, നരേന്ദ്രമോദി എന്ന നരേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ഷൻ നമ്മൾ വോട്ടെണ്ണുന്ന ആ ദിവസം ഇരിക്കേണ്ടവരാണ്. അല്ല നമ്മൾ വോട്ടെണ്ണ വെറ്റുവെക്കണോ? നമ്മൾ വോട്ടെണ്ണുന്ന ആ ദിവസം ഇരിക്കേണ്ടവരാണ്. 5-ാം തീയതി വോട്ടെണ്ണൽ 11-12 മണിയാവുമ്പോ കഴിയും. അത് തന്നെ ഞാൻ പറയുന്നത് ഹാഷ്മി. ജൂൺ മാസം 5-ാം തീയതി 11-12 മണിക്ക് ഈ 24 ചാനലിന്റെ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഞാനുണ്ടാകും. ആ ചർച്ചയിൽ വീണ്ടും നമ്മൾ ഇത് പറയും. ഞാൻ അതുകൊണ്ട് അരക്കെട്ടിച്ച് ഉറപ്പിച്ചു പറയുന്നു, ജൂൺ മാസം 5-ാം തീയതി ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ഒരു പാർട്ടി അധികാരമേൽക്കും. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണി ആയിരിക്കും. ഒരു സംശയം വേണ്ട. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഇപ്പൊ മുൻപുള്ള തെരഞ്ഞെടുപ്പ് നിങ്ങൾ എടുത്തോ, എല്ലാ തെരഞ്ഞെടുപ്പിനും നരേറ്റീവുകളുണ്ട്. 2014 മോദി എന്ന നരേറ്റീവ് ഉണ്ട്, 2019 പുൽവാമയും മോദിയുടെ വികസനവും എന്ന നരേറ്റീവ് ഉണ്ട്. ഇപ്പൊ 2024 പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി ഭൂരിഭാഗം സർവേക്കാരും, ഇപ്പോ ശ്രീ ഗോപാലകൃഷ്ണൻ ചേട്ടൻ പറയുന്ന ടൈംസ് നൗ ഉൾപ്പെടെ ഭൂരിഭാഗം സർവേക്കാരും പറയുന്ന കാര്യം എന്താ? അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ, വിലവർദ്ധനവ്, പ്രൈസ് ഹൈക്ക്. ഈ 2 വിഷയങ്ങൾ, 3-ൽ 2 വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ചർച്ച ചെയ്യുന്നത് ഇത് രണ്ടുമാണ്. അതും മാത്രമല്ല, ഇന്ത്യ മുന്നണി ഇപ്പോ ഒരു 2 മിനിറ്റുകൾ എനിക്ക് തന്നാൽ മതി ഹാഷ്മി, എന്റെ ബാക്കിയുള്ള സമയം നിങ്ങൾ എടുത്തോളൂ. ഈ ഇന്ത്യ മുന്നണി ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇവർ മഹാരാഷ്ട്രയിൽ 48-45, കർണാടകയിൽ 28-26, രാജസ്ഥാനിൽ മുഴുവൻ സീറ്റ്, UP-യിൽ 80-72, ഹരിയാനയിൽ 10-10, ഡൽഹിയിൽ 7-7. ഇങ്ങനെ ഇന്ത്യയിലെ പ്രധാന സംസ്ഥാനങ്ങളിലെ 95% സീറ്റും BJPക്കായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യ അവസ്ഥ എന്താ? ഇപ്പൊ കർണാടകയിൽ അദ്ദേഹം പറഞ്ഞ സർവേ അടക്കം പറയുന്നത് ഭൂരിപക്ഷം സീറ്റിലും കോൺഗ്രസ് ജയിക്കും. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ പ്രാവശ്യം ഇവർ 45 സീറ്റ് നേടുമ്പോൾ ശിവസേന ഇവരുടെ കൂടെയാണ്. പക്ഷെ ഇന്ന് ശിവസേന, NCP, കോൺഗ്രസ് ഇറങ്ങുന്ന ഇന്ത്യ മുന്നണി വിജയിക്കാൻ പോകുന്നു. ഹരിയാനയിലും ഡൽഹിയിലും ഗുജറാത്തിലും നിങ്ങൾ വോട്ട് ശതമാനം പരിശോധിക്കണം. ആ വോട്ട് ശതമാനം പരിശോധിച്ചാൽ അറിയാം, ഈ 3 സംസ്ഥാനങ്ങളിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ചേരുന്ന ഇന്ത്യ മുന്നണി ഭൂരിഭാഗം സീറ്റും ജയിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ BJPക്കുള്ള 303 എന്ന സംഖ്യയിൽ നിന്ന് 32 സീറ്റ് കുറയുന്ന പക്ഷം ഇവരുടെ കേവല ഭൂരിപക്ഷം ഇല്ലാതാകും. 32 അല്ല ഹാഷ്മി, നിങ്ങൾ പരകാല പ്രഭാകർ അടക്കം ഈ രാജ്യത്തെ ആളുകൾ പറഞ്ഞത് എഴുതി വെച്ചോ, 230 സീറ്റ് BJP കടക്കില്ല. നിങ്ങൾ എവിടെ വേണമെങ്കിലും എഴുതി വെച്ചോ. 300 സീറ്റോടുകൂടി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇന്ന് ഈ രാജ്യത്തുണ്ട്. നിങ്ങൾ ഏത് സംസ്ഥാനത്ത് നിങ്ങളുടെ റിപ്പോർട്ടർ പോകുന്നുണ്ടല്ലോ, നിങ്ങൾ പരിശോധിച്ചു നോക്കിയോളൂ. അതിലുള്ള ഭയമാണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ ഹേമന്ത് സോറൻ ജയിലിൽ, അതിലുള്ള ഭയമാണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ, അതിലുള്ള ഭയമാണ് 7000 കോടി കിടക്കുന്ന BJPയുടെ അക്കൗണ്ട് തൊടുന്നില്ല. പക്ഷേ 1993-94 കാലഘട്ടത്തിലെ ഒരു മാസത്തെ ടാക്സ് റിട്ടേണിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് 150 കോടി കിടക്കുന്ന കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നു. ഇതിനൊക്കെ ഇടയിൽ
ഈ ഹേമന്ത് സോറൻ ജയിലിൽ, അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ, പക്ഷേ പിണറായി വിജയനെ തൊടുന്നില്ല കേരളത്തിൽ. ശരി ഇത്രയധികം കേസുകൾ. ശരി ഞാൻ താപിൻ. അപ്പോ ഏപ്രിൽ 18 8:20 മുതൽ അല്ലെ 8:20 മുതൽ 8:34 വരെ അബിൻ വർക്കി പറഞ്ഞ ബൈറ്റ് ഞാൻ കട്ട് ചെയ്ത് വെക്കും. ഏപ്രിൽ 18 വ്യാഴാഴ്ച 8:20 മുതൽ 8:34 വരെ അബിൻ വർക്കി പറഞ്ഞ ബൈറ്റ് ഞാൻ കട്ട് ചെയ്ത് വെക്കും. ഉറപ്പായ ബൈറ്റ് ഞാൻ കട്ട് ചെയ്ത് വെക്കും. ഹാഷ്മി, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയാൽ ഞാനും ഹാഷ്മിയും താങ്കൾ പറയുന്ന ഹോട്ടലിൽ പോയി നമ്മൾ ബിരിയാണി കഴിക്കും. ഞാൻ പറയുന്നത് തെറ്റിപ്പോയാൽ ഞാൻ ആ ബിരിയാണിയുടെ കാശ് കൊടുക്കും. ഇല്ലെങ്കിൽ ഹാഷ്മി ബിരിയാണി മേടിക്കും. ശരി ഞാൻ തിരികെ എത്തും. ശ്രീ ഗോപാലകൃഷ്ണൻ നിതിനിലേക്ക് വേണം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ഞാൻ ഗോപാലകൃഷ്ണൻ